എയ്ഡഡ് കോളേജിൽ റിപ്പോർട്ടർ അന്വേഷണം തുടരുകയാണ്. എന്തിന്റെ പേരിലാണ് ചോദിക്കുന്നത്? ഭീകരമായ കൊള്ള, പണം മാത്രം മാനദണ്ഡമാക്കി കുട്ടികളെ വേർതിരിക്കുകയാണിവിടെ. തൃശൂരിലെ എയ്ഡഡ് നിയമന കൊള്ളയിൽ സ്കൂൾ മാനേജർ VC പ്രവീണിന്റെ വീട്ടിലും കൂരിക്കുഴിയിലെ സ്കൂളിലും പോലീസ് റെയ്ഡ് നടത്തി. പ്രവീണിനെയും ഭാര്യയെയും പ്രതികളാക്കി 3 FIRകളാണ് കയ്പമംഗലം പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നടപടി ആവശ്യപ്പെട്ട് അധ്യാപകർ മന്ത്രിയെയും കണ്ടു. നടപടി സ്വീകരിക്കാമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയതായാണ് വിവരം. തുടർച്ചയായി റിപ്പോർട്ടർ SIT ടീം നൽകിയ വാർത്തയ്ക്ക് പിന്നാലെയാണ് പോലീസ് നടപടികൾ വേഗത്തിലാക്കുന്നത്. വിവരങ്ങളുമായി TV പ്രസാദ് നമുക്കൊപ്പം ചേരുന്നു. TV പ്രസാദ്, അങ്ങനെ കാര്യങ്ങളൊക്കെ അനങ്ങി തുടങ്ങിയിരിക്കുന്നു അല്ലേ? പോലീസ് എത്തി, റെയ്ഡുകൾ തുടങ്ങി, ഒപ്പം വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും അന്വേഷണത്തിനുള്ള ഉത്തരവുകൾ എത്തി തുടങ്ങിയിരിക്കുന്നു. മാത്രവുമല്ല FIRും രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമ്മുടെ വാർത്തയ്ക്കു പിന്നാലെ? അരുൺ, അനങ്ങി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും. അതായത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നടപടി ഉണ്ടാകുമെന്ന് വാർത്തയ്ക്ക് പിന്നാലെ മന്ത്രി ശിവൻകുട്ടി തന്നെ ഉറപ്പ് നൽകിയിരുന്നു. അതിനു മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് 2009 മുതൽ തന്നെ VC പ്രവീൺ തട്ടിപ്പ് തുടങ്ങിയെന്ന്. ആ സമയത്ത് 2010 ഒരു കേസിൽ ഒരു FIR ഉണ്ടായത്. അന്ന് VC പ്രവീൺ ഏജൻ്റായിരുന്നു, അതായത് എയ്ഡഡ് സ്കൂളുകളിലേക്ക് അധ്യാപകരെത്തിക്കുന്ന ഏജൻ്റായിരുന്നു ആ സമയത്ത് 2009 മുമ്പ്. അപ്പോഴുള്ള പരാതിയിൽ 2010 ഒരു FIR എടുത്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ നമ്മുടെ വാർത്തയ്ക്ക് ശേഷമാണ് പരാതികളുടെ പ്രളയമുണ്ടായത്. ഇതിനകം തന്നെ ഇന്നലെ രാത്രി വരെ 14 പരാതികളാണ് കയ്പമംഗലം, വലപ്പാട്, ചെറുതുരുത്തി സ്റ്റേഷനുകളിലായി വന്നത്. അതിൽ ചെറുതുരുത്തിയിലും കയ്പമംഗലത്തും വലപ്പാടുമുള്ള മറ്റ് പരാതികളിൽ ഇന്ന് FIR എടുക്കും എന്നാണ് വിവരം. VC പ്രവീൺ മാത്രമല്ല അരുൺ, VC പ്രവീണിൻ്റെ ഭാര്യയായ രേഖയും പ്രതിയായിട്ടാണ് കേസെടുത്തിരിക്കുന്നത്. 28 ലക്ഷം രൂപയുടെ തട്ടിപ്പ് എന്നുള്ളതാണ്. മാത്രമല്ല കയ്പമംഗലം പോലീസ് പരാതിയിൽ FIR എടുക്കാൻ വിമുഖത കാട്ടുന്നു എന്ന പരാതിയാണ് അധ്യാപകർക്കുള്ളത്. അതുകൊണ്ട് ഇന്നലെ മന്ത്രിയെ കണ്ട അധ്യാപക സംഘം ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു. മന്ത്രി അവരുടെ മുന്നിൽ നിന്ന് തന്നെ തൃശ്ശൂർ അഡീഷണൽ SPയെ വിളിച്ച് ഉടൻ കേസെടുക്കാനുള്ള നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടു എന്നാണ് ഇന്നലെ മന്ത്രിയെ കണ്ട അധ്യാപകർ പറഞ്ഞത്. ഇത് കൂടാതെയാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് റെയ്ഡ് ഉണ്ടായത്. മിനിഞ്ഞാന്നാണ് ഇപ്പോൾ VC പ്രവീണിൻ്റെ വീട്ടിലും കൂരിക്കുഴി സ്കൂളിലും റെയ്ഡ് നടത്തിയത്. ഒരുപാട് രേഖകൾ പിടിച്ചെടുത്തു എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. ഇനി അതൊക്കെ സോർട്ട് ഔട്ട് ചെയ്ത് മറ്റ് അറസ്റ്റിലേക്കും നടപടികളിലേക്കും പോകുമോ എന്ന കാര്യമാണ് അറിയാനുള്ളത്. ഒരു കാര്യം ഉറപ്പാണ് അരുൺ, ഏതായാലും നമ്മുടെ SIT അന്വേഷണ പരമ്പരയ്ക്ക് പിന്നാലെയാണ് 114 അധ്യാപകരെ ലക്ഷങ്ങൾ വാങ്ങി പറ്റിച്ച് 1 രൂപ പോലും ശമ്പളം കൊടുക്കാതെ പറഞ്ഞേക്കുകയും 221 ഇല്ലാത്ത കുട്ടികളെ ഉണ്ടെന്ന് കാണിച്ച് കള്ളക്കണക്കുണ്ടാക്കി സർക്കാരിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടുകയും ചെയ്ത VC പ്രവീണിനെതിരെ നടപടി തുടങ്ങിയിരിക്കുന്നത്. TV പ്രസാദ് പുറത്തു കൊണ്ടുവന്ന SIT അന്വേഷണ പരമ്പരയ്ക്ക് ശേഷമാണ് VC പ്രവീണിനെതിരെ പോലീസ് നീങ്ങി തുടങ്ങിയിരിക്കുന്നത്. 3 FIRകൾ ഇട്ടിരിക്കുന്നു. റെയ്ഡുകൾ തുടങ്ങിക്കഴിഞ്ഞു. വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് അന്വേഷണവും എത്തിക്കഴിഞ്ഞു.